ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അദ്ദേഹം വേദനയോടെയാണ് എന്നെ വിളിച്ചത്. സാറേ, ഞാൻ 15 കിലോ സ്വർണം കൊടുത്തു, അതിനി ഉണ്ടോ ഇല്ലയോ, അതോ ഇത് അടിച്ചോണ്ട് പോയോ? ഞാൻ പറഞ്ഞു അത് അന്വേഷിച്ചപ്പോൾ അടിച്ചോണ്ട് പോയിട്ടില്ലെന്നാണ്. അപ്പൊ ഇതിന്റെ കുറ്റം ഗവൺമെന്റാണ് ഏറ്റവും വലിയ കുറ്റവാളി. ആ കുറ്റവാളികൾ ഇന്ന് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. രാഹുലിനെതിരെ ഇനി കൂടുതൽ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ പറഞ്ഞ കാര്യമല്ലേ. എല്ലാ ദിവസവും ഞാൻ വീക്ഷണത്തിൽ മുഖപ്രസംഗം ഉൾപ്പെടെ വരുന്നു. അപ്പൊ ഇനിയിപ്പം എന്താണ് കൂടുതൽ നടപടി ഉണ്ടാവുക? പാർട്ടി സംരക്ഷണം അങ്ങനെയാണ്. ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ നടപടിയും ചെയ്തില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയാണ് ചെയ്തോ? ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി അദ്ദേഹത്തെ MLA പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, CLP ന്ന് സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹർജി പറഞ്ഞത് ഈ കേസിന് മുന്നിൽ BJPയുടെയും CPMന്റെയും ബാന്ധവാണെന്നാണ്. അങ്ങനെ ആക്ഷേപം കോൺഗ്രസിനുണ്ടോ? അല്ല, CPMന്റെ BJPയുടെയും ബാന്ധവം നിലനിൽക്കുന്നുണ്ട്. അവർ അന്തർധാര നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെയും UDFനെയും തകർക്കാൻ പണ്ട് മുതൽ തന്നെ BJP CPM അന്തർധാര വളരെ സജീവമാണ്. ഈ കേസ് അതിന്റെ ഭാഗമായിട്ടാണോ? അത് ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ബാക്കി നമുക്ക് ന്യൂസ് ഇതിനകത്ത് പറയാം.